മോഹനേട്ടനും സൗന്ദര്യം. നിങ്ങളെക്കുറിച്ച് പ്രിയൻചേട്ടൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിന്നെക്കുറിച്ചേ പ്രിയൻചേട്ടന് അധികം ഒന്നും പറഞ്ഞിട്ടില്ല. പ്രിയൻചേട്ടനെ എന്നെ കുറിച്ച് അങ്ങനെ ആരോട് സംസാരിക്കുന്ന ഇഷ്ടമല്ല. എന്റെ കാര്യത്തിൽ പ്രിയൻചേട്ടൻ കുറച്ച് പൊസസീവാ. ഞാൻ നിനക്കൊരു ഓട്ടോ വിളിച്ചുതരാം, നീ വേഗം വീട്ടിൽ പോകാൻ നോക്ക്. വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരാൻ അറിയാമെങ്കിലേ എനിക്ക് തിരിച്ചു പോകാനും അറിയാം. ഞാൻ നാട്ടിൻപുറത്തുകാരിയൊന്നുമല്ല, ടൗണിൽ പഠിച്ചു വളർന്ന കുട്ടിയാ. അത് പാറുവിനെ ഉദ്ദേശിച്ച് പറഞ്ഞായിരിക്കും. നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ? ഞാൻ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ലേ? എനിക്ക് വിശക്കുന്നില്ല, നീ പോവാൻ നോക്ക്. പ്രിയൻചേട്ടൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ പൊക്കോളാം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. രാവിലെ മുതല് പ്രിയൻചേട്ടൻ ഒന്നും കഴിച്ചിട്ടില്ല. പ്രിയൻചേട്ടൻ ഫുഡ് കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തേണ്ടതേ നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? ഞാൻ നല്ല കരിമീൻ പൊരിച്ചതും മീനവിയലും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളും ടേസ്റ്റ് ചെയ്ത് നോക്ക്. നിങ്ങൾ എന്റെ ഫാനായി പ്രിയൻചേട്ടനോട് എല്ലാ ദിവസവും ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കൊണ്ടുവരാൻ പറയും. അല്ല, നിങ്ങൾ മാത്രമേ വന്നുള്ളോ? പാറു എവിടെ? അവളെ കാണാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ.